ഇന്ന് രാവിലെ തന്നെ ചായ പരിപാടിയാണ് കേട്ടോ. ഇന്ന് അത്തക്കല്ലേ, അപ്പോൾ നേരത്തെ പണിയൊക്കെ ഒരുക്കുകയാണ്. കാരണം അംഗനവാടിയിൽ ഓണസദ്യയാണ്. അപ്പോൾ എനിക്ക് കൊണ്ടുപോകാനുള്ളത് പുളിഞ്ചി, അതുപോലെ എന്താ പറയുക, നമ്മൾ ബീട്രൂട്ട് പച്ചടിയും കൂടെയാണ് കേട്ടോ. അപ്പോൾ അത് രണ്ടും ഞാൻ കൊണ്ടുവരാമെന്ന് പറഞ്ഞു. അപ്പോൾ രാവിലെ തന്നെ ദോശയൊക്കെ ഉണ്ടാക്കി വേഗം ആ അടുപ്പിൽ തന്നെ വേഗം ചോറിന് വെള്ളം വെക്കുകയാണ് കേട്ടോ. ദോശ ഉണ്ടാക്കണമെന്ന് പിന്നെ വേഗം ചോറാവും. അപ്പോൾ തീ കിടുന്നതിന് മുൻപ് തന്നെ നമ്മൾ വെള്ളമൊക്കെ വെച്ച് അങ്ങനെ ചോറൊക്കെ വേഗം റെഡി ആയിട്ടുണ്ട്. അംഗനവാടിക്ക് പറക്കണം, മോളെ സ്കൂളിലേക്ക് പറഞ്ഞയക്കണം. കുറേ പരിപാടികളുണ്ട്. കുറേ ദിവസമായി വീഡിയോ ഒക്കെ ഇട്ടിട്ട്. അസുഖം എനിക്ക് വയ്യാതായി, പിന്നെ കുട്ടികൾക്ക് വയ്യാതായി, അങ്ങനെ നീണ്ടു പോയതാട്ടോ. ഇത് ഞാൻ പാല് കാച്ചൊന്നല്ല കേട്ടോ. ഇത് എന്താണെന്ന് വെച്ചാൽ പുതിയ മൺകലം മേടിച്ചിരുന്നില്ലേ, അപ്പോൾ അതൊന്ന് മയക്കെടുക്കുകയാണ്. കഞ്ഞിവെള്ളം ഒഴിച്ച് വെച്ച് ഒന്ന് തിളപ്പിക്കുകയാണ്. ഇനി അതവിടെ കിടന്നോട്ടെ, വൈകിട്ട് വരെ അങ്ങനെ കിടന്നോളും. അപ്പോൾ അതിൻ്റെ ഇടയിൽ മോള് പൂവിടുന്നുണ്ട്, അത്തല്ലേ, അപ്പോൾ പൂവിടൽ അങ്ങനെ നടക്കുന്നുണ്ട്. ഞാൻ ചാണകമൊക്കെ തേച്ച് വൃത്തിയാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പൂവൊക്കെ ഇട്ട് നല്ല ഭംഗിയിൽ ചെയ്യുന്നുണ്ട്. ചെയ്യാൻ മാത്രം പോകുന്നില്ല കേട്ടോ. ഫുള്ളുള്ളത് നമ്മളെ ചെമ്പരത്തിയാണ്. ചെമ്പരത്തി ഇഷ്ടം പോലെ ഉണ്ട്. ഇനി പൂവ് മേടിക്കലൊന്നുമില്ല. മേടിക്കുകയാണെങ്കിൽ തന്നെ പിന്നെ നമ്മൾ തിരുവോണത്തിന് ഉത്രാടത്തിന് ആ 2 ദിവസങ്ങളിലേ മേടിക്കുള്ളൂ. അപ്പം മോള് സ്കൂളിലേക്ക് പോയി തേജുട്ടിനെ അംഗനവാടിക്ക് കൊണ്ടാക്കി എൻ്റെ സാധനങ്ങളും ഞാൻ കൊടുത്തേച്ച് പോന്നു. ഞാനൊരു ഉച്ചയാകുമ്പോഴാണ് ചെല്ലണത്. അങ്ങനെയൊക്കെ അംഗനവാടിക്ക് ആക്കി അവിടെ എത്തിയപ്പോഴത്തിന് ചോറിനലൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഒരു ഉച്ചയായപ്പോഴേക്ക് എനിക്കൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു അയൽക്കൂട്ടത്തിൻ്റെ. അപ്പോൾ അതിന് പോയി വന്നിട്ടാണ് ഞാൻ അംഗനവാടിക്ക് ഓടിയെത്തിയത്. അപ്പോൾ തന്നെ ഓരോക്കെ ഫുഡ് കഴിക്കൽ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാനിലായിട്ട് ഇങ്ങനെ വിഷമിച്ച് നിൽക്കുന്നു തേജുട്ടിന്. പിന്നെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. എന്തോ വയ്യായിക്ക, ഞാൻ പറഞ്ഞില്ലേ വയ്യ, ഛർദിയും അങ്ങനെ എന്തൊക്കെ തലേ ദിവസം ഛർദിച്ചിരുന്നു. അപ്പോൾ അതിന് എന്തൊക്കെ കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നെ കണ്ട പാടെ അവന് എൻ്റെ അടുത്ത് ഇങ്ങനെ ഇരുന്ന് അതുപോലെ തന്നെ മടിയിലൊക്കെ കിടക്കാല പുറപ്പാടിലും കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത്. അതിൽ പിന്നെ ഞാൻ സോപ്പിട്ട് കുറച്ചൊക്കെ ചോറൊക്കെ തിന്നു. പിന്നെ കളി തുടങ്ങി. പിന്നെ വയ്യ. പിന്നെ ഞാനും തന്നെ ആ ഇലയിൽ തന്നെ ഇരുന്നാണ്ട് ചോറിനത് അത്രയും സാധനങ്ങൾ ബാക്കി ഉണ്ട്. അപ്പോൾ അതൊന്നും കളയണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ഓൻ്റെ കുറച്ച് കഴിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ശേഷം പിന്നെ ഞങ്ങളെല്ലാവരും കൂടി ഇരുന്നിട്ട് അവിടെ തന്നെ ഇരുന്ന് കഴിക്കുകയാണ്. അപ്പോൾ ഒരു മുണ്ടും ഷർട്ടൊക്കെ ഇട്ട് നല്ല കുണ്ടപ്പനായിട്ടാണ് അംഗനവാടിക്ക് പോയിട്ടുള്ളത്. എൻ്റെ മുഖം കണ്ടാൽ തന്നെ അറിയാം, ഒരു ഉഷാർ കമ്മി നല്ലോണം ഉണ്ട്. അല്ലെങ്കിൽ ഇങ്ങനെ ആവില്ല ആൾ. പിന്നെ അങ്ങനെ അംഗനവാടി സദ്യയും കാര്യങ്ങളൊക്കെ കഴിക്കലൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ പോന്ന് വേഗം ഡ്രസ്സ് എടുക്കാൻ പോയി. ഞാൻ അടിച്ചൊക്കെ കിട്ടണ്ടേ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഡ്രസ്സ് എടുക്കാൻ പോയതാണ് ഞാൻ അടുത്ത ഡ്രസ്സാണ് കാണുന്നതൊക്കെ. ഇതിൻ്റെ ഒരു കഥ തന്നെ പറയാണ്ട്. അത് വന്ന വഴി എങ്ങനെയാണെന്ന് അത് ഞാൻ പിന്നെ പറയാം. പിന്നെ ഞാൻ എനിക്കുള്ള എടുത്തിട്ട് പിന്നെ മോക്ക് എടുക്കാൻ വേണ്ടിയിട്ട് പോയി. അപ്പം ഞാൻ കണ്ടില്ലേ ഇങ്ങനെ വൈറ്റാണ് എനിക്ക് നല്ല ഭംഗി. പക്ഷെ വൈറ്റ് എടുത്താൽ എൻ്റെ മകളാണ് ആൾ. അത് ഇന്നിട്ടുന്ന വെള്ള നാളേക്ക് അല്ലെങ്കിൽ അപ്പം തന്നെ അത് കളർ മാറ്റി തരുന്ന ടീമാണ്. അതുകൊണ്ട് ഞാൻ വൈറ്റ് എടുത്തില്ല. ഇങ്ങനെ വെച്ച് കുറേ ഇഷ്ടമായി ഇങ്ങനെ നിൽക്കുകയാണ് ഞാൻ. പിന്നെ അവസാനം ഞാൻ പച്ച, നേരത്തെ ഫസ്റ്റ് കണ്ടില്ലേ ആ പച്ചയാണ് എടുത്തത്. പിന്നെ ഡ്രസ്സും കാര്യങ്ങളും ഫാൻസിയും കാര്യങ്ങളൊക്കെ എടുത്ത ശേഷം പിന്നെ ഞാൻ വീട്ടിലെത്തിയപ്പോൾ കുറേ അലക്കാനുണ്ടായിരുന്ന മഴ തന്നെയാണ്. മഴ എന്ന് പറഞ്ഞാൽ നല്ല മഴയാണ്. അപ്പോൾ അതിനിടയിൽ ഞാൻ അതൊക്കെ അവിടെ വെച്ചിട്ട് പോയി വന്ന സാധനങ്ങളും ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ അലക്കിയിടുകയാണ്. മഴ നോക്കി നിന്നിട്ട് കാര്യമില്ല. ചാറ്റലാണെങ്കിലും അത് മതിയല്ലോ നമുക്ക് ജലദോഷമോ പനി എന്തെങ്കിലുമൊക്കെ പിടിക്കാൻ. അപ്പോൾ ഒന്നിടും മാറി ലെവലായിട്ടുള്ളൂ. അപ്പോഴേക്കും ഇനി പിന്നെ വരുത്തിയാൽ അവിടെ കിടക്കാം. ചെറുതായിട്ടൊന്ന് വന്നിട്ടുള്ളൂ. അപ്പം തന്നെ ഞാനൊക്കെ താള് പോലെ ആയി. അപ്പോൾ പിന്നെ ഇനി ഒന്നും കൂടി വന്നാൽ പറയും വേണ്ട. അപ്പോൾ പിന്നെ അലക്കാനുള്ളതൊക്കെ വേഗം അലക്കി മഴയൊക്കെ ഒന്ന് തലയിൽ കൊള്ളാതൊക്കെ വേണ്ടി ഒരു കവറൊക്കെ ഇട്ടിട്ടാണ് സെറ്റപ്പിലാണ് പരിപാടിയൊക്കെ എടുക്കുന്നത്. നമ്മളാരോഗ്യം നമ്മളല്ലേ നോക്കേണ്ടത്. നമ്മൾ വീണാൽ പിന്നെ നമ്മളെ മക്കളെ കാര്യങ്ങളും നോക്കാനൊന്നും ആരും ഉണ്ടാവില്ല. അപ്പോൾ നമ്മളെ ആരോഗ്യം നല്ല രീതിയിൽ നോക്കി മുന്നോട്ട് പോവുക. കുറേ ദിവസമായി വീഡിയോ ഇടാത്തതുകൊണ്ട് കുറേ ആൾക്കാർ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് പേഴ്സണലായിട്ടും. പിന്നെ അതുപോലെ നമ്മളെ വീഡിയോസിൻ്റെ താഴെയൊക്കെ കമൻറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു, എന്താണ് വീഡിയോ ഇടാത്തത് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് കുറേ ആളുകൾ ചോദിക്കുന്നുണ്ടായിരുന്നു.
അപ്പം അതങ്ങനെ കണ്ടപ്പോൾ സന്തോഷമുണ്ട് സങ്കടമുണ്ട്. നമ്മളൊക്കെ വീഡിയോ ഇട്ടിട്ടില്ലെങ്കിൽ ചോദിക്കാനൊക്കെ ആളുകളുണ്ടല്ലോ എന്നൊരു തോന്നൽ വന്നു കേട്ടോ. അപ്പോൾ ഓലോടൊക്കെ ഭയങ്കര സന്തോഷമുണ്ട്, നന്ദിയുണ്ട്, എന്താ പറയുക, ഒരുപാട് നന്ദിയുണ്ട്. അങ്ങനത്തെ ഓരോ കമൻറ്റുകളും ചോദ്യങ്ങളും ചോദിക്കുന്നത് കൊണ്ട് തന്നെ നമുക്കും തന്നെ വീഡിയോ ഇടാനൊക്കെ ഒരു എനർജി കൂടുതലാണ് കേട്ടോ. ഞാൻ പിന്നെ പറഞ്ഞാൽ കുറച്ച് ദിവസം ഇങ്ങനെ വീഡിയോ ഇടാതെ നിന്നപ്പോൾ എന്താ അറിയില്ല ഒരു മടിയടായി. മടിയെന്ന് പറഞ്ഞാൽ നല്ലൊരു മടിയടായി. സാറ് പറഞ്ഞ പോലെ ഒരു ജിന്ന് എൻ്റെ ദേഹത്ത് കയറി തോന്നുന്നു. അപ്പം അങ്ങനെടായി. അപ്പോൾ പിന്നെ മടി നോക്കിയിട്ട് കാര്യമില്ല, നമ്മൾ വീഡിയോ ഇടുക തന്നെ, അല്ലാതെ ഇപ്പം എന്താ. ഇത് ഇഷ്ടപ്പെടുന്ന ആളുകളൊക്കെ ഉണ്ടാവില്ല. അപ്പം അലക്കലും കാര്യങ്ങളും കഴിഞ്ഞു. പക്ഷെ കുറേ നിറഞ്ഞു തോരട്ടത്, ഇന്നലത്തെയൊക്കെ തോരട്ടത് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ബാക്കിയൊക്കെ ബക്കറ്റിലിട്ടു. പിന്നെ ഞാൻ മഞ്ചേരിക്ക് പോകുന്നതിന് മുൻപ് ഞാൻ കുറച്ച് പുഡിങ് സെറ്റാക്കി വെച്ചിരുന്നു ഫ്രിഡ്ജിൽ. അപ്പോൾ അതൊക്കെ ഞാൻ വൈകിട്ടായപ്പോൾക്ക് എടുത്ത് നോക്കുകയാണ്. നല്ല സെറ്റായിട്ടുണ്ട് സംഭവം, നല്ല സൂപ്പറാട്ടോ. ഇത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആ ഡ്രാഗൺ ഫ്രൂട്ട് കേട്ടോ. ഡ്രാഗൺ ഫ്രൂട്ട് കഴിക്കാത്തവരൊക്കെ ഉണ്ടാവില്ലേ, അപ്പോൾ കഴിക്കാത്തവർ ഇങ്ങനെ ഒന്ന് പുഡിങ് ഉണ്ടാക്കി നോക്കുന്നുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഞാൻ തന്നെയാണ് ഇത് മുഴുവനും തിന്നത് കേട്ടോ, അത് വേറെ കാര്യം. പിന്നെ വൈകിട്ടായി, ചോറിന്ന് ഒന്നായിട്ട് വെച്ചിട്ടില്ല, കാരണം ഓണസദ്യയും കാര്യങ്ങളായതുകൊണ്ട് ഒന്നായിട്ട് വെച്ചിട്ടില്ല. കുറച്ച് ചോറിന് കമ്മിയുണ്ട്, അപ്പോൾ അത് ഞാൻ കുക്കറിലിട്ടൊന്ന് വെക്കുകയാണ്. ചെറിയൊരു തട്ടിപ്പ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ.